Good afternoon, students. നമ്മൾ polynomial equationsന്റെ സൊല്യൂഷൻസും അതുപോലെ പോളിനോമിയൽസിന്റെ ഫാക്ടറൈസേഷനും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2, അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന്റെയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പോളിനോമിയൽ എന്ന് പറയുന്ന ലീനിയർ കോമ്പിനേഷൻ ഓഫ് പവർ ഫങ്ഷൻസ്. So a polynomial of degree n will be of the form some f of x is equal to some number plus some number into x plus something into x square plus etc. plus something into x raised to n, where a0, a1, a2 etc. are some numbers and x is the variable. So this is a polynomial of degree n in one variable x. If an is not equal to 0, x raised to n എന്ന് പറയുന്ന ടേം ആയിരിക്കും ഈ പോളിനോമിയലിലെ ഹയസ്റ്റ് പവർ ടേം ഇൻ എക്സ്. സോ n is the degree of this polynomial. ഫോർ എക്സാമ്പിൾ a0 പകരം ഞാൻ 1 എന്ന് എഴുതാണ്, a1 പകരം സപ്പോസ് ഞാൻ 3 എന്ന് എഴുതാണ്, a2 a3 ഒക്കെ ഞാൻ 0 എന്ന് കൊടുത്തു, ഒരു a5 എന്നുള്ളതിന് ഞാൻ 4 എന്ന് കൊടുത്തു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ polynomial, and this polynomial has degree 5 since highest power of x എന്ന് പറയുന്നത് 5 ആയതുകൊണ്ടിട്ട് degree of this polynomial is 5. ഇനി degree of the polynomial വെച്ചിട്ട് നമ്മൾ ഇതിന് പല പേരുകൾ വിളിക്കും. ഫോർ എക്സാമ്പിൾ polynomial of degree 1 നമ്മൾ ലീനിയർ polynomial എന്ന് പറയും, polynomial of degree 2 നമ്മൾ quadratic polynomial എന്ന് പറയും, polynomial of degree 3 നമ്മൾ cubic polynomial എന്ന് പറയും. അങ്ങനെ പല പല പേരുകൾ അതിനനുസരിച്ചിട്ട് വിളിക്കാറുണ്ട്, ഡിഗ്രി അനുസരിച്ച് നമ്മൾ പല പേരുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ BA എക്കണോമിക്സിന്റെ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് പേപ്പറിൽ നമ്മൾ ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ഹയർ ഡിഗ്രി പോളിനോമിയൽസിനെ പറ്റി അധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ലീനിയർ പോളിനോമിയൽസിന്റെ സൊല്യൂഷൻ, ലീനിയർ പോളിനോമിയൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഡിഗ്രി 1 ആണ്. സോ അതിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഒരു നമ്പർ വരാം, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടൈംസ് എക്സ് വരാം, ഇതുപോലെ ഇരിക്കും. ഓക്കെ, ദിസ് ഇസ് എ ലീനിയർ പോളിനോമിയൽ. സോ ഇൻ ജനറൽ ലീനിയർ പോളിനോമിയൽ മീൻസ് സം ടേം ഇൻ എക്സ് ഉണ്ടാവും, എക്സിന്റെ ഒരു ടേം ഉണ്ടാവും, സം കോൺസ്റ്റന്റ് ഉണ്ടാവും, 2x + 1 എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ എക്സിന്റെ ഒരു ടേം വരാം, പിന്നെ ഒരു കോൺസ്റ്റന്റ് വരാം, x2 x3 ടേംസ് ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് ഇസ് എ ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം, ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയും. Now quadratic polynomial is a polynomial of degree 2. So f of x is equal to some number into x square plus some number into x plus some number. This will be general format of the quadratic polynomial function. Quadratic. Okay, for example f of x is equal to some x square plus 2x plus 3. So highest degree അല്ലെങ്കിൽ പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിന്റെ പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണ്. സോ അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നു. ഇനി എന്താണ് പോളിനോമിയലും ക്വാഡ്രാറ്റിക് പോളിനോമിയലും ക്വാഡ്രാറ്റിക് ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ദിസ് ഇസ് എ പോളിനോമിയൽ, ഒരു ഫംഗ്ഷൻ എഴുതിയേക്കാണ് x² + bx + c. അതേസമയം ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഈക്വൽ ടു സൈൻ. സംതിങ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് എഴുതുന്നതിനാണ് നമ്മൾ, എന്തെങ്കിലും എഴുതിയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇക്വേഷൻ എന്ന് പറയുക. സോ ഇക്വേഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ദിസ് സൈൻ. ഈക്വൽ ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉള്ള സൈൻ ഉള്ള ആ ഒരു നൊട്ടേഷൻ ഉള്ള ഏതൊരു എക്സ്പ്രഷനെയും നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. സം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഈക്വൽ ടു വേറെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ആ ഈക്വൽ ടു എന്നുള്ള സൈൻ ഉള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്, എന്തെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലിനോടും ഇക്വേറ്റ് ചെയ്യാണ്, അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വേർ എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ. An equation of the form f of x is equal to 0 where f of x is a polynomial is known as a polynomial equation. Okay.
അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു അതിനെ ഈക്വൽ ടു 0 എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ax plus b equal to 0 എന്ന് എഴുതിയാൽ ax plus b എന്ന് മാത്രം എഴുതിയാൽ ദിസ് ഇസ് എ ലീനിയർ പോളിനോമിയൽ, ലീനിയർ ഫംഗ്ഷൻ, ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കാം. പക്ഷെ അത് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ ദിസ് ഇസ് ആൻ ഇക്വേഷൻ. സോ വി കോൾ ഇറ്റ് ആസ് എ ലീനിയർ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ. അതുപോലെ ഇഫ് യു റൈറ്റ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax സ്ക്വയർ പ്ലസ് ബി എക്സ്, എ ബി എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ട് തോന്നരുത്, അത് നമ്പറിന് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. എ ബി സി എന്നൊക്കെ ഞാൻ നമ്പേഴ്സ് ആണ്, അതിനൊരു ജനറൽ ആയിട്ട് എഴുതുന്നതാണ് കേട്ടോ എ ബി സി എന്നൊക്കെ എഴുതുന്നത്. അവിടെ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 എന്നോ എന്ത് വേണമെങ്കിലും വരാം. എ ബി സിക്ക് വരൊക്കെ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. എക്സ് ഇസ് ദ വേരിയബിൾ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. പക്ഷേ ഈക്വൽ ടു 0 എന്നും കൂടി എഴുതിയാൽ ഒരു പോളിനോമിയൽ എഴുതിയിട്ട്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതിയിട്ട് അത് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞേക്കാണ്. അല്ലെങ്കിൽ ഈക്വൽ ടു വേറെ എന്തെങ്കിലും എഴുതാം. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് 2 തന്നെ ആവണമെന്നേ ഉള്ളൂ. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. റൈറ്റ് സൈഡിലും എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ എനിക്ക് വേണമെങ്കിൽ 5x പ്ലസ് സംതിങ് 8 എന്ന് എഴുതാം. ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കാരണം എന്താണ്, അവിടുത്തെ രണ്ട് സൈഡിലും പോളിനോമിയൽസ് എഴുതിയാണ്. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ജനറലി നമുക്ക് ഇതിനെ ഈ പറഞ്ഞ ഇപ്പം ഞാൻ നേരത്തെ എഴുതിയതിനെ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഈ ഒരു ഫോമാറ്റിൽ തന്നെ എഴുതാവുന്നത് കൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നൗ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, എന്നാലും ഞാൻ പറയാണ്, മാത്സുകാർക്ക് അറിയാൻ പറ്റും. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര പറയുന്നത് ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും ഓഫ് ഡിഗ്രി n ആയിട്ടുള്ള ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും n റൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട്. അത് റിയൽ നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം. എന്തായാലും എക്സാക്ട്ലി n സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തിയറം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ലീനിയർ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും, കാരണം ഡിഗ്രി 1 ആയതുകൊണ്ട് അതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 സൊല്യൂഷൻസ് ഉണ്ടാവും. റൂട്ട്സ് എന്നും പറയും കേട്ടോ, സൊല്യൂഷൻസ് എന്ന് പറയുന്നതിന് പകരം റൂട്ട്. ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ റൂട്ട് എന്നും പറയാറുണ്ട്, റൂട്ട്. ഓക്കെ, 2 റൂട്ട് ഉണ്ടാവും. ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന് 3 റൂട്ട് ഉണ്ടാവും. ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ റൂട്ട്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക? ജനറലി ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ ഈ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനെ നമ്മൾ സോൾവ് ചെയ്യാന്ന് പറയാം. സോൾവ് ചെയ്യുക മീൻസ് ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓക്കെ, സോൾവിങ് മീൻസ് finding the solution. What is solution means? Solution means the എന്താണ്, value of the variable for which the equation is satisfied. ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കിട്ടുന്നത്, അങ്ങനത്തെ ഒരു വാല്യൂവിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എനിക്ക് കോംപ്ലക്സ് അറിയാത്തതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ പറയും 1 ഇസ് എ സൊല്യൂഷൻ. കാരണം എന്താണ്? കാരണം 1 സ്ക്വയർ മൈനസ് 1 0 ആണ്. 1 സ്ക്വയർ മൈനസ് 1 കണ്ടുപിടിക്കുമ്പോൾ 1 മൈനസ് 1 0 കിട്ടുന്നു. അതായത് എക്സിന് പകരം ഇഫ് വി പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 ദ ഇക്വേഷൻ ഇസ് സാറ്റിസ്ഫൈഡ് സോ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് എ സൊല്യൂഷൻ ടു ദിസ് ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 1 മാത്രമല്ല സൊല്യൂഷൻ, മൈനസ് 1ഉം സൊല്യൂഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സിന് പകരം -1 ഇട്ട് കൊടുത്ത് നോക്കി, എക്സിന് പകരം -1 ഇട്ടാൽ -1ന്റെ സ്ക്വയർ -1 എന്നാലും നമുക്ക് 0 തന്നെ കിട്ടും. സോ -1 ഓൾസോ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ സോ ദാറ്റ് -1 ഇസ് ഓൾസോ എ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന വാല്യൂ ഓഫ് ദി വേരിയബിളിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ വേരിയബിളിന്റെ വാല്യൂവിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനാണ് സോൾവ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മെത്തേഡൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം
2x നോട് 3 കൂട്ടിയാലാണ് 0 കിട്ടുക. അപ്പോൾ 2x കിട്ടാനായിട്ട് 3 കുറച്ചാൽ മതി രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ 3നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -3 കിട്ടി. 2x ആണ്, 2 ടൈംസ് x ആണ് -3. അങ്ങനെയാണെങ്കിൽ x എന്താണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x കിട്ടും. അപ്പോൾ x = -3/2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. ദിസ് ഇസ് ദ സൊല്യൂഷൻ. എക്സിൻ്റെ വാല്യൂവിനെയാണ് സൊല്യൂഷൻ എന്ന് പറയാം. അതേസമയം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത്ര അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ x² - 1 = 0 എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുണ്ട്, രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എളുപ്പത്തിൽ അങ്ങനെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ എളുപ്പമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, സോൾവ് ചെയ്യണേ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചില കേസസ് എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ പല കേസസ് ആയിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് സി എന്ന് പറയുന്നതിന് പകരം 0 ആണെന്ന് വിചാരിക്കാം. ഒരു കേസ്, ഈ കോൺസ്റ്റന്റ് ടേം ഇല്ല. കോൺസ്റ്റന്റ് ടേം ഇല്ല എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി ഓഫ് ദ ഫോം സംതിങ് ഇൻറ്റു x² പ്ലസ് സംതിങ് ഇൻറ്റു x = 0. ഫോർ എക്സാമ്പിൾ 2x² പ്ലസ് 3x = 0 എന്നാണെങ്കിൽ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ പറയുക, വി ടേക്ക് ദ കോമൺ ടേം എക്സ് ഔട്ട്സൈഡ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമുക്കിതിൽ യു ക്യാൻ സീ ദാറ്റ് രണ്ടിലും എക്സ് എന്നുള്ളൊരു ടേം കോമൺ ഉണ്ട്. അപ്പം നമുക്കറിയാം a × b പ്ലസ് a × c എന്ന് എഴുതണേന് നമുക്ക് a × b പ്ലസ് c എന്ന് എഴുതാം അല്ലേ. ആ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുക്കാം. എക്സിനെ പുറത്തേക്ക് എടുത്താൽ 2x + 3 എന്ന് ബാക്കി വരും. കാരണം ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നേരത്തെ പറഞ്ഞത് കിട്ടും. 2x × 2x 2x² പ്ലസ് x × 3 3x. അപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്നതും താഴെ എഴുതിയിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. അങ്ങനെ എക്സിനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, കോമൺ ടേം എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ബാക്കി 2x² നിന്ന് x പോയാൽ 2x പ്ലസ് 3x നിന്ന് എക്സിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ ബാക്കി ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് ഇതാണ്, ഒരു രണ്ട് നോൺ-സീറോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 0 കിട്ടില്ല. അപ്പോൾ എക്സ് എന്നുള്ള എക്സിന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, എക്സിനെ 2x + 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടിയെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 0 ആയേ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എഴുതും either x 0 or 2x + 3 0. കാരണം എന്താണ്, product of two non-zero numbers is never going to be 0. So product is 0 means either one of the factors is 0. Okay, അപ്പോൾ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടി. x 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അല്ലെങ്കിൽ 2x + 3 0 ആണ്. 2x + 3 0 ആവണമെന്ന് വെച്ചാൽ 2x എന്ന് പറയുന്നത് -3 ആവണം, x എന്ന് പറയുന്നത് -3/2 ആവണം. അപ്പോൾ ഈ രണ്ട് വാല്യൂ എക്സിന് കിട്ടി. x = 0 അല്ലെങ്കിൽ -3/2. ഇവയാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ, മാർക്ക് ഫുള്ളായിട്ട് കിട്ടുമോ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കിയാൽ മതി. എന്തായിരുന്നു ഇക്വേഷൻ? 2x² പ്ലസ് 3x = 0 എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഈ വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. വേണമെങ്കിൽ x = 0 എന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കേ. x = 0 കൊടുത്താൽ 2x² പ്ലസ് 3x എന്ന് പറയുന്നത് എന്ത് വരും? 2 × 0² പ്ലസ് 3 × 0. You will get 0 + 0 = 0. ഇനി എക്സിന് -3/2 എന്ന് ഇട്ടാലോ, അതും സൊല്യൂഷൻ ആണോ നോക്കാം. 2x² പ്ലസ് 3x എന്നുള്ള എന്താ വരിക? 2 × x² -3/2ൻ്റെ സ്ക്വയർ പ്ലസ് 3x 3 × -3/2. ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ എങ്ങനെയത് മൾട്ടിപ്ലൈ? 2 × -3/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3 × -3 -9 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2 4ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. അപ്പോൾ നമുക്ക് 9/2 പ്ലസ് -9/2 അത് 0 ആണെന്നാണ്. അപ്പോൾ 2x² പ്ലസ് 3x = 0 ആയി. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. So these two are roots അല്ലെങ്കിൽ solutions of the given quadratic equation. Okay, അപ്പോൾ ഇത് ഒരു കേസ്. കോൺസ്റ്റന്റ് ടേം ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം?
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറൽ മെത്തേഡ് ഇതാണ്. ax square plus bx equal to 0 എന്നുള്ള ഫോർമുല ഇക്വേഷൻ ആണെങ്കിൽ we take x outside, then ax plus b equal to 0 എന്ന് കിട്ടി. So x equal to 0 or ax plus b equal to 0, x equal to 0 or ax plus b equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x equal to minus b by a. x equal to 0 or ax equal to minus b, that is x is equal to 0 or x equal to minus b divided by a. So you get the solution 0 and minus b by a. അല്ലെങ്കിൽ solutions എന്ന് പറയാം 0 and minus b by a. So this is the first case. ഇനി രണ്ടാമതൊരു കേസ് ഇതിൽ അതുപോലെ തന്നെ രണ്ട് ടേംസേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ മിഡിൽ ടേം ഇല്ല, ax square plus c equal to 0 എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. ax square plus c equal to 0. For example 2x square minus something, say 18 equal to 0. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സിൻ്റെ ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് കിട്ടും. അപ്പോൾ വാട്ട് ഇസ് എക്സ്? എക്സ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 9. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കാം, നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കാം. So we will get plus or minus 3 here. Answer ആയിട്ട് plus or minus 3 കിട്ടും. x square equal to 9 എന്ന് പറഞ്ഞാൽ what is x? x is plus or minus root 9, that is plus or minus 3. നമുക്ക് ഈ 3 എന്നുള്ള വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 into 3 square, that is 2 into 9, 18 minus 18 is 0. minus 3 കൊടുത്താലും 2 into 9 minus 18, അതായത് 18 minus 18 which is 0. So these two are the solutions അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. എന്തൊക്കെയാണ് സൊല്യൂഷൻസ്? രണ്ട് സൊല്യൂഷൻ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഉണ്ടാവും? എക്സ് ഈക്വൽ ടു +3 അല്ലെങ്കിൽ -3. +3 ആൻഡ് -3 ആർ ദ റൂട്ട്സ്. അപ്പോൾ ജനറലി എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു, എന്നിട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എഴുതുന്നു, എന്താണെന്ന് എഴുതുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് കോംപ്ലക്സ് റൂട്ട്സ് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്ലസ് സി എന്നായിരിക്കില്ല വരിക, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും തരുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സ് റൂട്ട്സ് വരും, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും വരുള്ളൂ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സി ബൈ എ എന്നായിരിക്കും ആൻസർ വരും. ഇനി മൂന്നാമത്തെ ഒരു കേസിൽ, അതായത് എല്ലാ ടേംസും ഉണ്ട്, എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, എക്സിൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല ഉണ്ട്. ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾ ഫോർമുല ഇതാണ്: എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പം ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഫോർമുല പക്ഷേ എഴുതുമ്പോൾ ചില കുട്ടികൾക്ക് എഴുതുന്നതിൽ തെറ്റുപറ്റും. അതായത് എന്തൊക്കെയാ തെറ്റുപറ്റാറെന്ന് വെച്ചാൽ, ഈ മൈനസ് ബി ഇവിടെ എഴുതിയിട്ട് പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞ് ഇവിടെ ആയിപ്പോവും, ഡിവൈഡ് ചെയ്യണ ഇവിടെ ആയിപ്പോയിട്ട് എങ്ങനെ എഴുതാറുണ്ട്, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചില മിസ്റ്റേക്സ് ഇവിടെ പറ്റും. അല്ലെങ്കിൽ മൈനസ് ഓഫ് ദിസ് തിങ്, അങ്ങനെയല്ല, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഈ ഫോർമുല പഠിച്ചാൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എന്തെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സേ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എയും ബിയും സിയും എന്താണെന്ന് ആദ്യം എഴുതുക. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് ബി, കോൺസ്റ്റന്റ് ടേം എഴുതുക. എന്നിട്ട് എക്സ് ഈ ഫോർമുല എഴുതുക. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a.
So that is equal to minus b. Minus b is minus of minus 5, that is 5, plus or minus root of b square minus 5 into square minus 4 into AC. A is 1, C is 6, whole divided by 2 into A is 1. So we will get minus of minus 5 is 5, plus or minus root of minus 5 into square 25, minus 4 into 1 into 6, 4 into 6 24, whole divided by 2 into 1 is 2. So we get 5 plus or minus root of 25 minus 24 is 1 divided by 2. That is 5 plus or minus root of 1 എന്ന് പറഞ്ഞാൽ 1 divided by 2. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് റൂട്ട് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് 5 പ്ലസ് 1 ബൈ 2 അല്ലെങ്കിൽ 5 മൈനസ് 1 ബൈ 2. ഇങ്ങനെ രണ്ട് റൂട്ട്സ് ആണ് കിട്ടുന്നത്. ഒന്ന് കാരണം 5 പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു. അപ്പോൾ 5 പ്ലസ് 1 ബൈ 2 ഉണ്ട് ഒരു റൂട്ട്, 5 മൈനസ് 1 ബൈ 2 ആണ്. 5 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 6 ബൈ 2, 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4. So we get two roots of solutions, 6 by 2 that is 3 അല്ലെങ്കിൽ 4 by 2 that is 2. So the solutions or roots are x is equal to 3, x is equal to 2. രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ഇങ്ങനെ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. നേരത്തെ വന്നതും ചെയ്യാം കേട്ടോ. നേരത്തെ എഴുതിയ കേസ് 1 കേസ് 2 ഒക്കെയും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. എന്നാലും കിട്ടും, ആൻസർ കിട്ടും. 2x square plus 3x equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണെങ്കിലും a is 2, b is 3, c is 0 ആ വാല്യൂ കൊടുത്താൽ ഇക്വേഷൻ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഇതാണെങ്കിലും ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എ ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഓക്കെ ആൻസർ കിട്ടും. ഇവിടെ എന്ത് പറ്റിയല്ലോ. ഓക്കെ ഇനി അപ്പൊ ഇത് ഈ ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഏത് വേണമെങ്കിലും സോൾവ് ചെയ്യാം. പക്ഷെ നിങ്ങളോട് ഫോർമുല യൂസ് ചെയ്തിട്ട് പറയാനേക്കാളും കൂടുതൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ വേണമെങ്കിൽ പറയാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഇക്വേഷൻസ് ആണെങ്കിൽ പോലും, അതായത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ ചില എന്താ പറയാ ഈ ഇൻറ്റീജർ സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് മനസ്സിൽ ഓർമ്മ എന്താ ഞാൻ മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നമ്പർ എന്നിട്ട് അതിനെ സം ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ഇത്ര കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മളുടെ മനസ്സിൽ ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒന്നും നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റുന്നവരുണ്ടാവും, പക്ഷെ പെട്ടെന്നൊന്നും പറ്റില്ല സാധാരണ ആൾക്കാർക്ക്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് ഫാക്ടറൈസ് ചെയ്യണമായിരിക്കും എളുപ്പം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും ഫോർമുല യൂസ് ചെയ്ത് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫാക്ടറൈസ് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ ആദ്യം നമുക്കൊന്ന് നോക്കാം. x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യണ മെത്തേഡ് ഒന്ന് പറഞ്ഞേക്കാം. നേരത്തെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോവർ ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ്. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി 2 ആണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിനേക്കാൾ ചെറിയ ഡിഗ്രിയുള്ള അതായത് ലീനിയർ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ആദ്യം എഴുതിയ കേസിൽ 2x സ്ക്വയർ പ്ലസ് 3x ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ നമ്മൾ 2x സ്ക്വയർ പ്ലസ് 3x എന്നുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എക്സ് പുറത്തേക്ക് എടുത്തിട്ട് എക്സ് ഇൻറ്റു 2x പ്ലസ് 3 എന്ന് എഴുതി. ഇത് ഈ പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ ആണ് ശരിക്കും. കാരണം 2x സ്ക്വയർ പ്ലസ് 3x എന്നുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എക്സ് ഇൻറ്റു 2x പ്ലസ് 3 ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതും ഒരു ലീനിയർ പോളിനോമിയലാണ്. ഇങ്ങനെ രണ്ട് ലീനിയർ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അതപ്പോൾ ഫാക്ടറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീനിയർ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ള. ഇപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. 2x സ്ക്വയർ മൈനസ് 18 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? 2x സ്ക്വയർ മൈനസ് 18നെ 2 എന്നുള്ള നമ്പറിനെ പുറത്തേക്ക് എടുത്തിട്ട്
സേ 2x² - 18 എന്നുള്ളതിനെ 2 പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ മെത്തേഡ് പറഞ്ഞിട്ടില്ല കേട്ടോ. മെത്തേഡ് പറയാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് പറഞ്ഞോളൂ. 2 ഇൻറ്റു ഇതിനെ ഞാൻ x + 3 × x - 3 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടറൈസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ലീനിയർ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് ഫാക്ടറൈസ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² - 5x + 6 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കോൺസ്റ്റന്റ് ടേം എടുക്കുന്നു. 6 എന്നാണ് കോൺസ്റ്റന്റ് ടേം. 6 പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബി ഇവിടെ എത്രയാണ്? -5. ഈ -5 സം കിട്ടുന്നതും പ്രോഡക്റ്റ് 6 കിട്ടുന്നതുമായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് 6 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് 3ഉം 2ഉം ആണ്. 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 6 കിട്ടും. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണമെങ്കിൽ -3ഉം -2 എടുത്താൽ മതി. -3 -2 കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 6ഉം കിട്ടും, സം എടുക്കുമ്പോൾ -5ഉം കിട്ടും. ഓക്കെ, ഞാൻ രണ്ടും ഒരുമിച്ച് പറയാണ്. ഫാക്ടറൈസേഷനും സൊല്യൂഷനും ഒരുമിച്ച് പറയാണ്. ഈ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഇവിടെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഇല്ലേ, ഇതിപ്പോൾ ആൽഫയാണ്, ഇത് ബീറ്റയാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് -α/a-യും -β/a-യും ആയിരിക്കും. അതായത് ഇവിടെ -3 2 ആണ് ആൽഫയും ബീറ്റയും. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോയി 3 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് ഇവിടെ x² കോഎഫിഷ്യന്റ് ax² + bx + c-ലെ a. x² കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ 3/1 അതുപോലെ 2/1, അതായത് 3ഉം 2ഉം ആണ് സൊല്യൂഷൻസ്. എന്താണ് സൊല്യൂഷൻസ്? ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് ഫോർമുല യൂസ് ചെയ്തപ്പോഴും കിട്ടിയ സൊല്യൂഷൻ അതായിരുന്നു 3ഉം 2ഉം. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടണം, സം എടുക്കുമ്പോൾ ഈ ബി കിട്ടണം, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബി കിട്ടണം. ഇങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ആൽഫയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് -α/a-യും -β/a-യും ആയിരിക്കും. ഞാനിവിടെ ഈ കോൺസ്റ്റന്റ് ടേം എടുക്കണമെന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഇവിടെ x² കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ജനറലി പറയുമ്പോൾ a × c ആണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ. അടുത്തൊരു കേസ് ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞത്. ഒന്നുകൂടെ പറയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ നമ്പറാണ് ഞാനിവിടെ എഴുതിയത്. കോൺസ്റ്റന്റ് എന്ന് ഞാൻ പറയണില്ല, അപ്പോൾ പല പല കേസസ് ആയിട്ട് പറയേണ്ട ആവശ്യം വരില്ല. കോൺസ്റ്റന്റ് ടേം ഞാൻ പറയണില്ല. കോൺസ്റ്റന്റ് ടേം x² കോഎഫിഷ്യന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള നമ്പർ അതിവിടെ എഴുതുന്നു. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അവയുടെ സം എടുക്കുമ്പോൾ ബി കിട്ടണം. വാട്ട് ഇസ് ബി? എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -α/a-യും -β/a-യും ആയിരിക്കും. ഓക്കെ, അപ്പൊ സൊല്യൂഷന്റെ കേസ് ഓക്കെ ആയല്ലോ. സൊല്യൂഷൻ കണ്ടുപിടിക്കണം, മനസ്സിലായി. ഇനി ഫാക്ടറൈസ് ചെയ്യാനാണ് ചോദ്യമെങ്കിൽ ഈ ഇക്വേഷൻ ആയിരിക്കില്ല തരിക, പോളിനോമിയൽ ആയിരിക്കും. എന്നിട്ട് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറയും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് a × c എഴുതുന്നു. ഹിയർ 1 × 6 is 6. പ്രോഡക്റ്റ് 6 കിട്ടുന്ന സം b കിട്ടുന്ന വാട്ട് ഇസ് b? -5. -5 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. -3ഉം -2ഉം നമ്മൾക്ക് കിട്ടി. എങ്കിൽ ഫാക്ടറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താ നമ്മുടെ ഇവിടുത്തെ പോളിനോമിയൽ ക്വസ്റ്റ്യൻ ഇതാണ്, x² - 5x + 6. ഇതില് മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എങ്ങനെ? -5 എന്നുള്ളതിനെ -3 + -2 എന്ന് എഴുതും. -5 എന്നുള്ളതിനെ -3 + -2 എന്ന് എഴുതും. അതായത് -5x എന്നുള്ളതിനെ
മൈനസ് 3x മൈനസ് 2x എന്നോ അല്ല നിങ്ങൾ മൈനസ് 2x മൈനസ് 3x ഏതാണ് ആദ്യം എഴുതണമെന്നോ വലിയ വിഷയമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. ഒന്നെങ്കിൽ മൈനസ് 3x മൈനസ് 2x എന്ന് എഴുതുക മിഡിൽ ടേമിന്, ഓക്കെ, അല്ലെങ്കിൽ മൈനസ് 2x മൈനസ് 3x എന്ന് എഴുതാം. അങ്ങനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എന്നിട്ട് ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് എടുക്കുക. ഇവിടെ കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എക്സ് പുറത്തേക്ക് എടുത്തു, എക്സ് സ്ക്വയറിൽ ബാക്കി എക്സ് ഉണ്ട്, 3x-ൽ 3 ഉണ്ട്, പുറത്തേക്ക് എഴുതി. അടുത്ത രണ്ട് ടേം ഈ മൈനസ് നിങ്ങൾക്ക് വിഷയം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്ലസ് ആക്കിയിട്ടൊക്കെ എഴുതാം കേട്ടോ. ഈ മൈനസ് 2x പ്ലസ് 6 എന്നുള്ളതിന് പകരം പ്ലസ് 6 ആദ്യം എഴുതി മൈനസ് 2x പിന്നെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പോയി കിട്ടും. ഓക്കെ, ഇനി അടുത്ത രണ്ട് ടേം എടുക്കുന്നു. ഇത് രണ്ടുപേരും ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. ഓക്കെ, പ്ലസ് 2 ആണോ മൈനസ് 2 ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പ്ലസ് 2 ആണ് ഞാൻ എഴുതണമെങ്കിൽ അത് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എക്സ് ബാക്കി വരും. അപ്പോൾ ഇവിടുത്തെ ഒരേപോലത്തെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയല്ല എഴുതുക, ഈ ടേം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, അതല്ല നിങ്ങൾ ആദ്യം എഴുതിയപ്പം ഞാൻ പ്ലസ് 2 ആണ് എഴുതിപ്പോയെ, പിന്നെ മൈനസ് 6 എടുത്തു, പിന്നെ 6-ന്ന് എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതിയെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതിയിട്ട് ഇതിനെ തിരിച്ചാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് എക്സ് പ്ലസ് 3 എന്നുള്ളതിൽ നിന്ന് ഒരു മൈനസും കൂടെ പുറത്തേക്ക് എടുത്താൽ മതി. അതിനേക്കാളും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ തീരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയും എക്സ് മൈനസ് 3 വരണം. അപ്പോൾ ഇവിടെ എന്താണ് പുറത്തേക്ക് എടുക്കണേ, മൈനസ് 2 ആണോ പ്ലസ് 2 ആണെന്നുള്ളത് മനസ്സിലായി, കാരണം 2x എന്ന് എഴുതിക്കണോണ്ട് 2 പുറത്തേക്ക് എടുക്കുക. 6-ലും 2x-ലും കോമൺ ആണ് ഉള്ളത് 2 ആണ്, 2 ആണ് പുറത്തേക്ക് എടുക്കേണ്ടത്. മൈനസ് ആണ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2x മൈനസ് 2 × മൈനസ് 3 പോസിറ്റീവ് 6 കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് ടേം, ഇതൊരു ടേം, അടുത്ത ടേം ഇത്, ഈ രണ്ട് ടേംസിലും എക്സ് മൈനസ് 3 കോമൺ ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ദിസ് എക്സ് മൈനസ് 3 ഔട്ട്സൈഡ്. എഗെയിൻ ഡിസ്ട്രിബ്യൂട്ടീവിലും പിന്നെയും കോമൺ ടേം പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ടേമിൽ ബാക്കി എക്സ് ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ ബാക്കി മൈനസ് 2 ഉണ്ട്, എക്സ് മൈനസ് 3 പുറത്തേക്ക് എടുക്കും. ഇതാണ് ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇതാണ് ഫാക്ടറൈസേഷൻ. This is factorization of the given polynomial x square minus 5x plus 6 എന്ന് പറയുന്നത് എന്താണ്, x minus 3 into x minus 2 എന്ന് എഴുതുന്നതിനാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല ഇത് രണ്ടും ഒന്നാണെന്ന് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ എക്സ് മൈനസ് 3-നെ എക്സ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3x, മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6. അപ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 തന്നെ കിട്ടും. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് എഴുതിയിരിക്കുന്നതും എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഒന്ന് ക്വാഡ്രാറ്റിക് പോളിനോമിയലായിട്ട് എഴുതിയിരിക്കുന്നു, മറ്റേത് രണ്ട് ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ രണ്ട് ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഫാക്ടറൈസ് ചെയ്ത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നു, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, എന്നിട്ട് സോൾവ് യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നതെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം ഈ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 0 ആയിരിക്കണം. സോ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2 ഇങ്ങനെ സൊല്യൂഷൻ കിട്ടും, എക്സിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയാം, സോൾവിങ് യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ അതിന് ഞാനൊരു എളുപ്പ വഴിയാണ് ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യാണ്ട് തന്നെ സോൾവ് ചെയ്യണ ഇത് പറഞ്ഞു തന്നത്.
അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ സോൾവ് യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എക്സ് ഈക്വൽ ടു 3 എക്സ് ഈക്വൽ ടു 2 എന്ന് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുന്നു. സോൾവ് യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ A1 ആണ്, A ഇൻറ്റു സി എഴുതുന്നു. A ഇൻറ്റു സി എന്ന് പറയുന്നത് 6 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് -5 കിട്ടണം, അല്ല സോറി, പ്രോഡക്റ്റ് 6 കിട്ടണം. സം -5 കിട്ടണം. രണ്ട് നമ്പേഴ്സ് -3 -2 കണ്ടുപിടിക്കുന്നു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് -α/a -β/a ആണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് -3, ബീറ്റ എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -3, a എന്ന് പറയുന്ന 1 ആണ്. -2 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ 3/1 and 2. 3 and 2 ആണ് സൊല്യൂഷൻസ്. x ഈക്വൽ ടു 3 ആൻഡ് x ഈക്വൽ ടു 2. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. സൊല്യൂഷൻസ് ആർ x ഈക്വൽ ടു 3 ആൻഡ് x ഈക്വൽ ടു 2. ഫാക്ടറൈസ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ് എങ്കിലോ, ഫാക്ടറൈസ് ചെയ്യാനാണ് ക്വസ്റ്റ് എങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് x² - 5x + 6 എന്നാണ് ചോദ്യമെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ല, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമൺ ടേം ഒക്കെ പുറത്തെടുത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാനൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഇപ്പോൾ x ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആവണമെങ്കിൽ ആ പോളിനോമിയലിൻ്റെ അകത്ത് എക്സിന് പകരം 3 കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻസേ x² - 5x + 6 = 0 എന്നുള്ള ഇക്വേഷനിൽ ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ x ഈക്വൽ ടു 3 ഇതിന്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് എക്സിന് പകരം 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ഇടണം. ലെഫ്റ്റ് സൈഡിൽ x ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ 0 കിട്ടണം. എങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന പോളിനോമിയലിൻ്റെ അകത്ത് x - 3 എന്ന് പറഞ്ഞൊരു ഫാക്ടർ വേണം. എന്നാലേ x - 3 ഇൻറ്റു സംതിങ് ആയിരിക്കും ഇത്. എന്നാലേ എക്സിന് പകരം 3 കൊടുക്കുമ്പോൾ 3 - 3 0 ആയിട്ട് ഈ ഇക്വേഷൻ്റെ വാല്യൂ 0 മീൻസ് ഈ പോളിനോമിയലിലെ വാല്യൂ 0 കിട്ടുള്ളൂ. അപ്പോൾ x ഈക്വൽ ടു 3 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x - 3 ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ x ഈക്വൽ ടു 2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x - 2 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ അറിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യാൻ വേണമെങ്കിൽ അതുപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ ഫാക്ടറൈസ് x² - 5x + 6. ശരിക്കും ഫാക്ടറൈസ് ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞത്. a ഇൻറ്റു സി കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആൽഫയും ബീറ്റയൊക്കെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് മിഡിൽ ടേം -5x സ്പ്ലിറ്റ് ചെയ്ത് -3x - 2x എന്ന് എഴുതുന്നു. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് x കോമൺ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ അവിടെ x ഇൻറ്റു x - 3 എന്ന് കിട്ടും. മൂന്നാമത്തെ നാലാമത്തെ ടേമിൽ നിന്ന് കോമൺ ടേം ആയിട്ടുള്ള 2 പുറത്തേക്ക് എടുക്കുന്നു, -2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ അവിടെ വീണ്ടും x - 3 കിട്ടും. x - 3 ഇൻറ്റു x - 2 എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾ ഈ സൊല്യൂഷൻ 3യും 2യും സൊല്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കുന്നു ഫാക്ടറൈസ് ചെയ്യാണ്ട് തന്നെ ഈസി മെത്തേഡിൽ കണ്ടുപിടിക്കുന്നെങ്കിൽ ആ 3യും 2യും എന്നുള്ള സൊല്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സൊല്യൂഷൻ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇക്വേഷൻ ax² + bx + c = 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് സേ S1ഉം S2 ആണെങ്കിൽ, S1 S2 എന്നൊക്കെ എഴുതിയാൽ ഇഷ്ടപ്പെടുമോ? ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx + c നെ a ഇൻറ്റു x - S1 ഇൻറ്റു x - S2 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ റൂട്ട്സ്
അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. എ ഈസ് 1 ഇൻറ്റു എക്സ് മൈനസ് ഫസ്റ്റ് സൊല്യൂഷൻ ഏതെങ്കിലും ഒരെണ്ണം എക്സ് ഈക്വൽ ടു 3 ഒരു സൊല്യൂഷനാണ്. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് നെക്സ്റ്റ് സൊല്യൂഷൻ 2. ഇവിടെ എ 1 ആയതുകൊണ്ട് അവിടെ എ എന്നുള്ളൊരു സംഭവം വന്നില്ല. എ 1 അല്ലാത്തൊരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എ ഇൻറ്റു സി കണ്ടുപിടിച്ചിട്ട് പ്രോഡക്റ്റ് ഈ എ സി കിട്ടുന്നതും സം എടുക്കുമ്പോൾ ബി കിട്ടുന്നതുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് എക്സ് കിട്ടുന്നതായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല യൂസ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a നടത്തിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും, S1 S2. അപ്പോൾ സോൾവ് ചെയ്യാനാണ് പ്രോബ്ലം എങ്കിൽ സൊല്യൂഷൻ എഴുതാം, S1 S2 എഴുതാം. അതല്ല ഫാക്ടറൈസ് ചെയ്യാനാണ് പ്രോബ്ലം എങ്കിൽ ആ സൊല്യൂഷൻസ് S1 S2 ആണെങ്കിൽ ദ പോളിനോമിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് a ഇൻറ്റു എക്സ് മൈനസ് S1 ഇൻറ്റു എക്സ് മൈനസ് S2. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം, ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർ അത് പഠിക്കുക. അതല്ല ഇങ്ങനെ കോൺസ്റ്റന്റ് എ ഇൻറ്റു സി എന്നുള്ള നമ്പറിനെ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അതും ചെയ്യാൻ പറ്റാത്തവർ ഫോർമുല പഠിക്കുക, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. എനിക്ക് ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ യൂഷ്വലി ഫോർമുലയിലേക്ക് പോകാറുള്ളൂ. കാരണം ഫോർമുലേൻ്റെ അകത്ത് വലിയ കോഎഫിഷ്യൻസ് ഒക്കെ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു നമ്പറൊക്കെ വരും, അല്ലെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ 6 എന്നുള്ളതിന് വരെ 7 ആയിരുന്നു, സമ്മസ് -5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം 7 ആകെ കൂടെ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ, 1 × 7. അതിനെ എങ്ങനെയൊക്കെ പ്ലസും മൈനസും മാറ്റിയിട്ട് കൊടുത്താലും -5 എന്നുള്ളത് സമ്മായിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വെച്ചിട്ട് ആലോചിക്കുള്ളൂ. അല്ലാതെ 7/5 × 5 7 ആണെന്നോ അല്ലെങ്കിൽ 7/2 × സംതിങ് അല്ലെ, അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കില്ല. അപ്പൊ അങ്ങനെ ഇൻറ്റീജർ ആയിട്ട് വരുന്നതേ നമ്മൾ ആലോചിക്കുള്ളൂ. അങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്ത ഒരു പ്രോബ്ലം നോക്കാം. 7x² - 32x + 16 = 0. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ a എന്ന് പറയുന്ന 7 × c, a × c. a × c എന്താണ്? 7 × 16 112 ആണ്. 7 × 16. ഓക്കെ, 112നെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 112 കിട്ടണം. സം എടുക്കുമ്പോൾ b, what is b here? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള b കിട്ടണം. അതായത് -32 കിട്ടണം. -32 സം കിട്ടുകയും പ്രോഡക്റ്റ് 112 കിട്ടുന്നതായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. 112നെ എങ്ങനെയൊക്കെ എഴുതാം? 112നെ 56 × 2 എന്ന് എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 56 കിട്ടും. 56 × 2 എന്ന് എഴുതാം. പക്ഷെ 56ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ -32 കിട്ടില്ല. പിന്നെയോ ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് എഴുതാം? ഇതിനെ 16 4 × 28 എന്ന് എഴുതാം. 112നെ 4 × 28. 28ഉം 4ഉം 32 ആഡ് ചെയ്താൽ കിട്ടും അല്ലേ? 28ഉം 4ഉം. പക്ഷെ -32 ആണ് കിട്ടേണ്ടത്. അപ്പോൾ -28ഉം -4ഉം എടുക്കുക. അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. ആക്ച്വലി സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ആൻസർ എഴുതാം. എന്താണ് സൊല്യൂഷൻ? x is equal to -α/a -β/a. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്ന 7 ആണ്. x is equal to -α/a എന്ന് പറഞ്ഞാൽ
28ന്റെ നെഗറ്റീവ്, അതായത് 28 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 7, 28/7 എന്ന് പറഞ്ഞാൽ 7 4 28 4 അല്ലേ. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ബൈ എ, അതായത് -4/7. രണ്ട് വാല്യൂസ് ആണ് എക്സിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? -4/7 അല്ല, മൈനസ് ഇല്ലല്ലേ, -4ന്റെ മൈനസ് ബീറ്റ ആണ് -4, സോ മൈനസ് ബീറ്റ ഇസ് +4. -4/7 അല്ല, 4/7 ആണ്. 4/7 ആൻഡ് 4 റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് പറയാം. 4/7 ആൻഡ് 4 ഇങ്ങനെ ചെയ്യാം. അതല്ല ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഇങ്ങനെ 7x² മൈനസ് 32x പ്ലസ് 16 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ 7 × 16 112 സ്പ്ലിറ്റ് ചെയ്ത് സം -32 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 7x² മൈനസ് 28x മൈനസ് 4x അല്ലെ, 32x എന്നുള്ളതിനെ -32x എന്നുള്ളതിനെ -28x മൈനസ് 4x എന്ന് എഴുതുന്നു. പ്ലസ് 16 ഈക്വൽ ടു 0. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് 7 ഇസ് കോമൺ, എക്സ് ഇസ് ഓൾസോ കോമൺ. അപ്പോൾ 7x പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ഇവിടെ എക്സ് ഉണ്ട്. -28ൽ നിന്ന് 7 പോയാൽ 4, എക്സും പോയി, അപ്പോൾ ബാക്കി 4 മാത്രം. ഇവിടെയും x -4 വരണമെങ്കിൽ -4 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ -4 × x -4 ഈക്വൽ ടു 0. രണ്ടിലും x -4 കോമൺ ഉണ്ട്. x -4 ഇസ് ടേക്കൻ ഔട്ട് സൈഡ്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ എളുപ്പമായിട്ട് തോന്നില്ല. ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഇങ്ങനെ ചെയ്യണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യാം. അപ്പം ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നു. ഫാക്ടറൈസ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ x -4 0 ആവണം, അല്ലെങ്കിൽ 7x -4 0 ആവണം. x -4 0 ആണെങ്കിൽ x 4 ആണ്. അതല്ല 7x -4 0 ആണെങ്കിൽ 7x 4 ആണ്. 7x 4 ആണെങ്കിൽ x 4/7 ആണ്. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് x = 4ഉം x = 4/7 ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ 7x - 32x + 16 = 0യിൽ എയും ബിയും സിയും എഴുതിയിട്ട് ഫോർമുല യൂസ് ചെയ്യാം. What is x? X is -b ± √(b² - 4ac) whole divided by 2a. അപ്പോൾ ഇവിടുത്തെ -32 എന്ന് പറയുമ്പോൾ 32 ± b ആണ് -32. അപ്പോൾ -b is 32. b² എന്ന് പറഞ്ഞാൽ 32ന്റെ സ്ക്വയർ. കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ 32 × 32 124 -4 × a × c. 4 × a എന്താണ്? 7. c എന്താണ്? 16. 448. 124 - 448 divided by 2a. 2a എന്ന് പറഞ്ഞാൽ 2 × 7. അപ്പോൾ 32 ± √(124 - 448) 576 divided by 2a. Okay, so 32 ± √(576ന്റെ സ്ക്വയർ റൂട്ട് 24 ആണ്. So we can write 24 divided by 14. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. 32 + 24/14 ഉണ്ട്, ആൻഡ് 32 - 24/14 ഉണ്ട്. 32 + 24 എന്ന് പറയുമ്പോൾ എത്ര വരും? 56 divided by 14. ആൻഡ് 32 - 24 എന്ന് പറഞ്ഞാലോ 24ഉം നീ തെറ്റിപ്പോയോ? 24 തന്നെയല്ലേ?
24. Okay. നമുക്കത് ഇങ്ങനെ 32 minus 24 8/14 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസറിലേക്ക് തന്നെ എത്തും. 8/14 എഴുതുന്നു. ഇതിൽ കോമൺ ആയിട്ടുള്ള 56/14 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് 4 ആണ്. ഇപ്പം ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കണ്ടായിരുന്നല്ലോ. 8/14 വേണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള 2 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 2 കട്ട് ചെയ്താൽ ഇവിടെ 4ഉം 7ഉം വരും. അതെല്ലാം അങ്ങനെ തന്നെ എഴുതിയാലും മാർക്കിന് വ്യത്യാസമൊന്നും വരില്ല. മാർക്കൊക്കെ കിട്ടും. 4/7 എന്നും എഴുതാം. 4 ആൻഡ് 4/7. അപ്പം ഇങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണത്. അപ്പം ഇങ്ങനെ 3 തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതല്ല ഇതിൽ തന്നെ ഫാക്ടറൈസ് ചെയ്യുക എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ, ഫാക്ടറൈസ് ചെയ്യാന്നാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫാക്ടറൈസ് എന്നാണെങ്കിൽ ഈ 3 മെത്തേഡിലും ഫാക്ടറൈസും വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഫാക്ടറൈസ് എന്നാണ് ചോദ്യം വരുന്നതെന്ന് വിചാരിക്കുക. 7x² minus 32x plus 16. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. 4/7ഉം 4ഉം ആണ് സൊല്യൂഷൻ എങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്? a ഇൻറ്റു എക്സ് മൈനസ് ഫസ്റ്റ് സൊല്യൂഷൻ ഇൻറ്റു എക്സ് മൈനസ് സെക്കൻഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്ന 7 ആണ്, ഇൻറ്റു എക്സ് മൈനസ് 4/7 ഇൻറ്റു എക്സ് മൈനസ് 4. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. അതല്ല 7 വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു തരത്തിലും കൂടി എഴുതാം. നിർബന്ധമൊന്നുമില്ല അങ്ങനെ എഴുതണമെന്ന്. 7 ഒന്ന് ആദ്യത്തെ ടേമിൽ ഒരു ഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7x മൈനസ് 7 ഇൻറ്റു 4/7 എന്ന് വെച്ചാൽ 4 വരും. എക്സ് മൈനസ് 4 ഇങ്ങനെ എഴുതാം. അതല്ല ഈ മെത്തേഡിലാണ് ചെയ്യുന്നവരാണെങ്കിൽ, ഈ മെത്തേഡിൽ ചെയ്യുന്നതാണെങ്കിൽ ഈ ഫാക്ടറൈസേഷൻ ഇവിടെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് 4 ഇൻറ്റു 7x മൈനസ് 4 എന്നുള്ളത് ഫാക്ടറൈസേഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പ്രോബ്ലം നിർത്താം. ഫാക്ടറൈസേഷൻ അവിടെ വെച്ചിട്ട് നിർത്താം. ഈ ഈക്വൽ ടു 0 എന്നും കാണത്തില്ല. ഫാക്ടറൈസ് ചെയ്യുന്നത് ഈ നമ്പറൊക്കെ എഴുതി ഇങ്ങനെയൊക്കെ എഴുതി 2 നമ്പേഴ്സ് കണ്ടുപിടിച്ചു. -28ഉം പ്ലസ് -4 ഒക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇവിടെ വരെ എഴുതിയാൽ ഫാക്ടറൈസേഷൻ ആവും. ഓക്കെ. അതല്ല ഈ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാതെ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ ഇവിടെ വരെ സൊല്യൂഷൻ ചെയ്യണവരെ ചെയ്യുന്നു. സൊല്യൂഷൻ ഫോർമുല യൂസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഫാക്ടറൈസേഷൻ എഴുതുന്നു. അതായത് ഫാക്ടറൈസേഷൻ ഓഫ് 7x² മൈനസ് 32x പ്ലസ് 16 എന്ന് പറയുന്നത് a ഇൻറ്റു എക്സ് മൈനസ് സൊല്യൂഷൻ 1 എക്സ് മൈനസ് സൊല്യൂഷൻ 2. അതായത് a എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്, എക്സ് മൈനസ് ഫസ്റ്റ് സൊല്യൂഷൻ എക്സ് മൈനസ് സെക്കൻഡ് സൊല്യൂഷൻ. ഇങ്ങനെ 4/7 ഇങ്ങനെ എഴുതിയാലും ഫാക്ടറൈസേഷൻ ആവും. അതല്ല ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും ആവും. എങ്ങനെ വേണമെങ്കിലും എഴുതാം. 7x മൈനസ് 4 ഈ രണ്ട് ശരിയാണ്.